തൃശ്ശൂർ പൂരത്തിന് മുന്നേ എക്സിബിഷൻ തുടങ്ങിയെങ്കിലും ഞങ്ങൾ തൃശ്ശൂർ പൂരമൊക്കെ കഴിഞ്ഞ് ഒന്ന് കൂളായി ഒന്ന് ഒതുങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും പൂരം കഴിഞ്ഞിട്ടാണ് പോകാറുള്ളത്. മേഡേ ആയതുകൊണ്ട് ചേട്ടനും സോജിയൊക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ സോജി എന്തായാലും ഉണ്ണിക്കൂട്ടനായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇതേ ദിവസം തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. മെയ് 1 എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അന്ന് പക്ഷേ ചേട്ടനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും സോജിയും ഋതും ഉണ്ണിക്കൂട്ടനും കൂടി ഞങ്ങൾ 4 പേരും കൂടി ബസ്സിൽ പോകാനായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ കമ്പനിക്കാണ് കേട്ടോ ചന്തുവിനെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോജി എന്തായാലും പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഓക്കെ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കാറിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ചൂടെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഷോൾ എടുത്തിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മറച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറക്കി നിർത്തിയിട്ട് കാറ് വർക്ക് ചെയ്യാൻ വേണ്ടി രണ്ടാളും കൂടി പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ നേരം നിന്നിട്ടാണ് കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത്. ഒന്നുമില്ല, നല്ല തിരക്കുണ്ട്. നമ്മളെപ്പോലെ തന്നെ ഇന്ന് എല്ലാവർക്കും മുടക്കാണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളത് തന്നെ ആയിരിക്കും. അപ്പോൾ തിരക്ക് കുറയട്ടെ എന്ന് വെച്ച് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒടുക്കത്തെ തിരക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്ക് 50 രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതേ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, ഞങ്ങൾക്ക് വീർപ്പ് പൊട്ടി ഞങ്ങൾ ചാവാറ എന്ന് പറഞ്ഞ അവസ്ഥയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിക്കുട്ടന് ആവശ്യം കാറായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറൊക്കെ പോയിട്ട് നോക്കിയെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചെറിയ റേറ്റ് ഒന്നും ആയിരുന്നില്ല കേട്ടോ, നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഹെലികോപ്റ്ററൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കമ്പാരിറ്റീവ്ലി ഇവിടെ ഭയങ്കര റേറ്റ് ആയിട്ട് തോന്നി. സാധാരണ ഇങ്ങനെ എക്സിബിഷൻ കാര്യങ്ങൾക്കൊക്കെ ഒരു ആവറേജ് റേറ്റ് അല്ലെങ്കിൽ ഒരു മിനിമം റേറ്റൊക്കെ കാണാറുണ്ട്. പക്ഷേ എല്ലാ ഐറ്റംസിനും ഭയങ്കര വിലയായിരുന്നു കേട്ടോ. ചെറിയ ഈ ക്രാബ്, ക്ലിപ്പ് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ 10-20 രൂപയ്ക്കൊക്കെ നമ്മുടെ ഇവിടെ കിട്ടുന്ന ഐറ്റംസൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ പോയപ്പോൾ 50 രൂപയ്ക്കാണ് കേട്ടോ ഇവർ പറയുന്നത്. ചില സ്റ്റാളുകളുണ്ട് 20-ന്റെ 30-ന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാളുകളുണ്ട്. അവിടെ പോയപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളതൊക്കെ കിട്ടും. ഋതുമോൾ ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നത് ഈ കിച്ചൺ സെറ്റ് വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. സോജി കുറേ വാങ്ങിച്ചു കൊടുക്കാൻ പോയി. ഞാൻ ചീത്ത പറഞ്ഞ് അവൾ ഓടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ കുറേ ഉണ്ട്, ചാക്ക് കണക്കിന് കെട്ടി വെച്ചേക്കാന്ന് പറഞ്ഞിട്ട്. ഇതിങ്ങനെ ഹോളിൽ അങ്ങോട്ട് ചിരിഞ്ഞ് കഴിഞ്ഞാൽ വാരി നിറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി കേട്ടോ. ഞാൻ മറ്റേ കോരിയൊക്കെ കൊടുത്തിട്ട് ഇടയ്ക്ക് എടുത്ത് നിറയ്ക്കാറില്ല. അങ്ങനെ അമ്മ ഇടയ്ക്ക് ഗതിയിടുമ്പോൾ കുറേ എടുത്തിട്ട് അട്ടത്തേക്ക് കയറ്റി വയ്ക്കും. അങ്ങനെ 2 ചാക്കോളം ഉണ്ടെന്നാണ് കേട്ടോ എൻ്റെ ഒരു ഓർമ്മ. ഒരു ടീ സോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നതാണ് കേട്ടോ അവിടെ. അപ്പോൾ ആ ചേച്ചി ഞാൻ എനിക്കൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വേരിയേഷൻ എന്ന് പറഞ്ഞ പോലെ തോന്നി. അതായത് നമ്മൾ എന്തൊരു സാധനം എടുത്ത് തേച്ച സമയത്ത് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കാണുമല്ലോ, അതാണ് ഞാൻ തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ശരിക്കും തെളിവ് അറിയാൻ വേണ്ടിയിട്ട് ചേട്ടൻ്റെ കയ്യിൽ നല്ലോണം ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ കൈ വെച്ചൊന്ന് ട്രയൽ അടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ചേട്ടൻ്റെ കയ്യിൽ ട്രയൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ട്രയൽ അടിച്ച് നോക്കിയപ്പോൾ പറഞ്ഞ പോലെ ചെറിയൊരു ഗ്ലോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ടൈപ്പ് മഡ് വെച്ച് ഉണ്ടാക്കണം അതൊക്കെയാണ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എൻ്റെ കെട്ടിയും ഇമ്പ്രസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 100 രൂപയാണ് സോപ്പിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ടാനുള്ള ഏരിയാസിൽ മാത്രം യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നെറ്റിയിലൊക്കെ നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ് ഇനി ഓർഡർ ചെയ്യാനാണെങ്കിൽ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ടാൻ എങ്ങാനും പോയില്ലെങ്കിൽ നമുക്ക് ആ ചേച്ചിനെ വിളിച്ച് ചീത്ത പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ തള്ളി മറിച്ചിട്ടാണ് കേട്ടോ ചേട്ടൻ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഈ ഗെയിമിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ വട്ടം ഞങ്ങൾ ഇവിടെ നിന്ന് ആരെങ്കിലും ഒരാളൊന്ന് തല കാണിച്ച് കൊടുക്കാറുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞ വട്ടം ചേട്ടന് ഞാനൊക്കെ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. ചേട്ടനൊരു ബൗൾ കിട്ടിയിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ ട്രയൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഉണ്ണിക്കുട്ടനാണ് ഫസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ 2 പേരെ കണ്ടപ്പോൾ ചേട്ടനും കൂടെ ചെയ്യാനൊരു പൂതി. അങ്ങനെ ചേട്ടനും ചെയ്തു കേട്ടോ. ഉണ്ണിക്കുട്ടനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ആയിരുന്നു ഉണ്ണിക്കുട്ടൻ. അത് മീൻസ് അതിന് ഐഡിയ ഇല്ല എന്നിട്ടാ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നോട് പറഞ്ഞു വലിയ നമ്പേഴ്സ് നോക്കിയിട്ട് ഇടുന്നുള്ളത്. പിന്നെ എന്നോട് ചേട്ടൻ പറഞ്ഞു നീ എങ്ങടെയും ഉരുട്ടി വിട്ടേ, എവിടെയെങ്കിലൊക്കെ ചെന്ന് വീട്ടെ, നീ നേരെ ഉരുട്ടി വിട്ടാലും അത് അതിന് ഇഷ്ടമുള്ളടത്താൽ പോയിട്ട് വീഴുള്ളൂ, അതുകൊണ്ട് കാര്യമില്ല പറഞ്ഞു. പക്ഷേ ഞാൻ അടിച്ച് ലാസ്റ്റ് ഒരു 16 പോയിന്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു കോരിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത കുഴന്തി ചേട്ടൻ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും തൽക്കാലത്തേക്ക് ഒരു കോരി കിട്ടിയില്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് എവിടെ ഫിറ്റ് ചെയ്യുന്നതായിരുന്നു എൻ്റെ അടുത്ത സംശയം. ഇതിങ്ങനെ കൈ പിടിച്ചോണ്ട് നടക്കണ്ടേ. പക്ഷേ ഒരു വിധാനം ഞാൻ ബേഗിൽ കുത്തി കയറ്റിയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളവും ഒരു സാനപ്പൊക്കെ വാങ്ങി കുടിച്ചിട്ട് ഞങ്ങൾ ഈ മഞ്ചിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഈ വക ഒരു റൈഡും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാനൊക്കെ വരും കേട്ടോ. പിന്നെ സോജിയുടെ നിർബന്ധം കൊണ്ട് പോയതാണ് കേട്ടോ. ഋതുവിനെ അവൾ പിടിച്ചിരിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് വലിയ ധൈര്യമില്ല. പിന്നെ ഋതുവിൻ്റെ അച്ഛന് ഭയങ്കര പേടി, അതുകൊണ്ട് വിട്ടില്ല. അപ്പോൾ ചന്തും ചേട്ടനും ഋതും കൂടി താഴെ നിന്നു. ഞാനും സോജി ഉണ്ണിക്കുട്ടനും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോജിയുടെ കൈ ഞാൻ പീക്കി ഉടച്ചൊരു പരിവാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കത് മേലേക്ക് കയറുമ്പോൾ അവൾ മേലെ നിന്ന് ഞാൻ ചോർന്ന് പോകുമെന്നുള്ള പേടിയായിരുന്നു കേട്ടോ. ബെൽറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചോർന്ന് പോകുന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ എനിക്കത് കയറി ഇറങ്ങുമ്പോൾ വയറിൻ്റെ ഉള്ള ആകെ എന്തൊക്കെയോ ഒരു വിമിഷ്ടടിക്കുന്ന പോലെ ഛർദ്ദിക്കാൻ വരുന്ന പോലത്തെ ഒരു ഫീലൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഞാൻ സ്വർഗ്ഗം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതും ഞങ്ങൾ സെൻറ്ററിൽ വന്നിരുന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ടോപ്പിലായിരുന്ന ഒരവസ്ഥ എനിക്ക് ആലോചിക്കാനും പോലും പറ്റണില്ല. അതിൻ്റെ ഇടയിൽ ഓരോ പിള്ളേർ നിന്നിട്ടൊക്കെയാണ് ഗുസ്തി പിടിച്ചിരുന്നത്. എങ്ങനെയാണാവോ കേട്ടോ, എനിക്ക് പറ്റാഞ്ഞിട്ടായിരിക്കും, അവർക്ക് അതിനുള്ള ഗഡ്സ് ഉണ്ടാവും. അങ്ങനെ ഞാൻ കിറുക്കി പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജ്യൂസ് കുടിച്ചിട്ട് പോകാനായിരുന്നു പ്ലാന്. പക്ഷേ ജ്യൂസ് കുടിച്ചാൽ വാൾ വെച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ നേരെ അവിടെ പോയി കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിള്ളേരെ പോസ്റ്റ് ആക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരൊരു കുഞ്ഞ് ട്രെയിനിൽ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഋതുമോൾക്കാണ് മെയിൻ തിരക്ക്. ഉണ്ണിക്കുട്ടനെ ഞങ്ങൾ മറ്റേൽ പിടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു 2 പേരായപ്പോൾ പേടി ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. ഉണ്ണിക്കുട്ടൻ കുട്ടീനെ നന്നായി ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് മടിയിലൊക്കെ കയറ്റി വയ്ക്കും. ഋതുവിന് ഭയങ്കര പേടിയാട്ടോ. അപ്പോൾ ഋതു ഇടയ്ക്ക് വെച്ച് നിർത്താനൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ എടുത്ത് മടിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി സോജിക്ക് യന്ത്രോഞ്ഞാലിൽ കറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനില്ല, തന്നെ പോയി കറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് ഒഴിവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എസ്കേപ്പായി. ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടനുമില്ല, ചന്തുവിനെ വിളിച്ചപ്പോൾ ചന്തുവില്ല. അവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കയറാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ദാഹിച്ച് വലഞ്ഞ ഓരോ കരിമ്പ്
ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും മണ്ടത്തരായി. ഞാനാണെങ്കിൽ എപ്പോൾ കരിമ്പ് ജ്യൂസ് കുടിക്കുകയാണെങ്കിലും ഐസ് ഇടണ്ടെന്ന് പറയാറുണ്ട്. ഇയാളാണെങ്കിൽ ഐസ് ക്യൂബ് കൊണ്ട് കുറേ കോരി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല തണവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മാത്രമല്ല മധുരമില്ലാത്തൊരു കരിമ്പ് ജ്യൂസ് അല്ല, വാട്ടവെള്ളമായിരുന്നു. അതങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ ഉണ്ണിക്കുട്ടന് മീൻ വേണം. അപ്പോൾ ഉണ്ണിക്കുട്ടന് മീൻ വാങ്ങാൻ നിന്നിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ കരഞ്ഞു തുടങ്ങി. അവൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പകുതി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു വിധം സമാധാനിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മേറക്കറി ഇരുട്ടാവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വാട്ടർ ഷോ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പിച്ച വെച്ച് കയ്യിലുണ്ടായിരുന്ന ലഗേജസ് കുറേ ഉണ്ടായിരുന്നു. കണ്ടതും കേട്ടതൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വലിയ രീതിക്കൊന്നുമില്ല. അതൊക്കെ എടുത്ത് വണ്ടിയിൽ തട്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം കിടക്കുന്നത് അതിൻ്റെ വണ്ടിയിൽ വന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വൈകിട്ട് സമയത്തൊക്കെ കൂടെ വന്നിരിക്കുകയാണെങ്കിൽ നല്ല രസമായിട്ടോ. അങ്ങനെ ഭയങ്കര ഒരു ഫീലാണ്. എനിക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അറിയില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ വന്നിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിള്ളേർ സോജൊക്കെ കൂടിയിട്ട് എന്തൊക്കെയോ കളി കളിച്ചു. ഞാൻ പിന്നെ വീഡിയോ ഇടല് സ്റ്റോറി ഇടല് അങ്ങനെ കേട്ടിരുന്നു. കപ്പലണ്ടി കുറച്ച് ഇരിക്കാമെന്നിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കപ്പലണ്ടിക്കാരനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തൽക്കാലം അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടനെ വീട്ടിൽ പോകാൻ തിരക്കായി തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നെഹദിയിൽ വിളിച്ചു ചോദിച്ചപ്പോൾ വലിയ തിരക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ നെഹദിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. മെനു കുറേ നേരം പരതിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഏതൊരു മസാല മന്തി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വന്ന് പറയുന്നു അതിന് ഇനിയും സമയം എടുക്കുന്നു. അൽഫാം മന്തി ആണെങ്കിൽ വേഗം കിട്ടുമെന്ന് പറഞ്ഞു. എന്നാൽ അതേ അതെന്ന് വിചാരിച്ചിട്ട് അത് പറഞ്ഞു. കഴിച്ചിറങ്ങിയപ്പോൾ ഫ്രണ്ടിൽ ഒരു മൊബൈൽ ഷോപ്പ് എൻ്റെ സ്ക്രീൻ കാർഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു പൗച്ച് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പൗച്ച് വാങ്ങിയിട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയുള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.